ഓണക്കിറ്റ് മേടിച്ചോ? ഓ കഴിച്ച് എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. എല്ലാ തവണ ഓണക്കോടിയൊക്കെ വാങ്ങിക്കാറുണ്ടോ? വാങ്ങിക്കും. ഇത്തവണ അത് കോർപ്പറേഷന്റെ വകയാണ്. കോർപ്പറേഷന്റെ വകയാണ്. ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. ആ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള മാറ്റം ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു? ഞാൻ 4 വർഷമായി ഹരിതകർമ്മസേനയുടെ. ഞാൻ കുറെ ആളോട് ചോദിച്ചപ്പോ ചിലരൊക്കെ പറയുന്നത് ഞങ്ങളെ ആരും പരിഗണിക്കാറില്ലായിരുന്നു എന്നുള്ളൊരു രീതിയില്. പക്ഷെ ഇത്തവണ മേയർ എല്ലാവരെയും പരിഗണിച്ചതിൽ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പരിഗണന പ്രതീക്ഷിച്ചിരുന്നോ എപ്പോഴെങ്കിലും? പ്രതീക്ഷിച്ചില്ല. ഇതാദ്യമായിട്ടാണ്. ആഗ്രഹിച്ചിരുന്നോ അങ്ങനെ ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ? ആ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ മേയർ ഇപ്പൊ സാധ്യമാക്കി തന്നിരിക്കുകയാണ്. ആ സാധ്യമാക്കി. സന്തോഷമുണ്ട്. അമ്മ എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഭയങ്കര തിരക്കായിരിക്കണം മോളെ, എന്ത് പറയാനാ, നല്ല തിരക്കുണ്ട്, നിക്കാൻ പറ്റുന്നില്ല. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഇല്ല. സന്തോഷാണോ? എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യണു? നമ്മള് 10-16 വർഷം വരാണ്. 16 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇത്. ആദ്യമായിട്ട്. ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നത് ഇല്ല ഇല്ല ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ്. സന്തോഷം. ചേച്ചി ഓണക്കോടി തലയിലൊക്കെ വെച്ചിട്ടാണ് എന്ത് തോന്നുന്നു ഈ സമയത്ത്? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല 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 എല്ലാ തവണ ഓണക്കോടി വാങ്ങാറുണ്ടോ? ഇല്ല, അങ്ങനെ വാങ്ങിക്കില്ല. അമ്മക്ക് അങ്ങനെ വാങ്ങിക്കാനുള്ള ഇത് സന്തോഷമുണ്ട്. നല്ല ആദ്യമായിട്ട് ഒരു ഓണക്കോടി കിട്ടി. ആദ്യമായിട്ടാണ്. എത്ര കാലമായി കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നു? നമ്മള് 10-14 വർഷം കൊണ്ട് ചെയ്യും. അപ്പൊ ഇത്രയും കാലം ഇല്ലാത്തൊരു രീതിയല്ലേ ഇപ്പൊ? അതെ അതെ അതെ. ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. സന്തോഷം. വിചാരിച്ചാക്കാത്ത മാറ്റം. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യണം? 15 വർഷം. 15 വർഷമായി. 15 വർഷത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ? അപ്പൊ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവണം. ഇങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം. വളരെ സന്തോഷമാണ്. ഇത്തവണത്തെ ഓണം ഒരു വ്യത്യസ്ത ഓണാണല്ലോ. ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരാൻ തോന്നി? അല്ല, കോർപ്പറേഷന്റെ ജീവനക്കാരനെ ഒറ്റക്കെട്ടായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഓണത്തിന് അവർക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ സഹായിക്കണമെന്ന് ആലോചിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ഓണക്കിറ്റ് ഓണക്കോടി കൊടുക്കുന്നത്. 4000 ജീവനക്കാർക്കും 101 കൗൺസിലർമാർക്കും ഓണക്കിറ്റ് ഓണക്കോടി കൊടുക്കുന്നത്. കോർപ്പറേഷന്റെ തുകയൊന്നും തന്നെ ചെലവഴിക്കാതെ മറ്റുള്ള പലതരം സ്പോൺസർഷിപ്പ് കണ്ടെത്തിയാണ് ചെയ്യുന്നത്. ഇത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വിമർശനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വിമർശനങ്ങൾ വന്നു തുടങ്ങി. അല്ല, അതൊന്നും പ്രശ്നമല്ല. അത് ഞങ്ങൾ ചെയ്യുന്നത് ശരിയായതുകൊണ്ട് ചെയ്തു പോകും. വലിയ പിന്തുണയാണല്ലോ. നല്ല സന്തോഷം. ഓണാശംസകൾ. അമ്മ കിറ്റ് കിട്ടിയോ? എന്തൊക്കെ ഉണ്ട് നോക്കിയായിരുന്നോ? നോക്കില്ല. സാരിയുണ്ട്, ബാക്കിക്കുള്ള സാധനങ്ങളുണ്ട്. ഇത് ഏത് വകയിലുള്ള കിറ്റാ? എങ്ങനെയാണ് കിറ്റ് കിട്ടിയത്? ജോലി ചെയ്യുന്നുണ്ട് അവിടെ? മണക്കാട് സർക്കിൾ. എന്ത് തോന്നുന്നു? ഇതുവരെ കാണാത്ത ഒരു രീതിയല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണ തോണം? സന്തോഷമുണ്ട്. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ സന്തോഷമായി. ഹാപ്പി ഓണായി. വി രാജേഷിന് ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, നല്ല ഐഡിയ ആയിരിക്കും. സൂപ്പർ ആയിരിക്കും. പ്രതീക്ഷിക്കാത്ത ഒരു ഓണക്കോടിയാണ് ഇപ്രാവശ്യം കിട്ടിയത്. അതിൽ വളരെ സന്തോഷം. ചേച്ചി എന്ത് തോന്നുന്നു? അടിപൊളി, സൂപ്പർ ഓണം ഇത്തവണത്തെ. 2026 ഞങ്ങളെ ഓണം സൂപ്പർ ഓണം. എത്ര കാലമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ബന്ധപ്പെട്ട്? 18 വർഷമായി. 18 വർഷം. എന്തെങ്കിലും ഇതുപോലത്തെ കണ്ടിരുന്നോ? ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല, കിട്ടിയിട്ടുമില്ല. മാറ്റം ഉണ്ടോ? മാറ്റം, നല്ല മാറ്റമുണ്ട്. സന്തോഷം. ഇന്നത്തെ സദ്യയും സൂപ്പറായിരുന്നു. കിട്ടി. എന്ത് തോന്നുന്നു? സന്തോഷം. വളരെ സന്തോഷം. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. മാറ്റം ഉണ്ടായോ തിരുവനന്തപുരം കോർപ്പറേഷൻ? മാറ്റം ഉണ്ടായി. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യണം? ഞാൻ 12 വർഷമായി. ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ഒരു പരിഗണന കിട്ടിയിരുന്നു? ഇങ്ങനെ ഒരു പരിഗണന കിട്ടിയിട്ടില്ലായിരുന്നു. ഇങ്ങനെ പരിഗണന എന്ന് വെച്ച് ഇങ്ങനെ ഒരു കിറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഓണത്തിന് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഓണത്തിനൊരു സന്തോഷമാണ്. ഒരു സന്തോഷമാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് മേയർ കെയറിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നൽകുന്ന ഓണക്കിറ്റ് വിതരണ സോണിലാണ്. ഇവിടെ ഈ പറയുന്നത് പോലെ ഇത്ര വലിയൊരു ജനാവലി കാണുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വന്നത് ഒന്നും വാങ്ങാൻ കഴിവില്ല എന്നതിനേക്കാൾ ഉപരി അതല്ല പ്രശ്നം, പരിഗണിക്കപ്പെടാതെ പോയവരാണ് എന്നുള്ള ഏറ്റവും വലിയ സങ്കടമാണ് അവർക്കുണ്ടായിരുന്നത്. പലരും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മളോടിപ്പോ പ്രതികരിക്കുന്നത്.
ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നോ? ചേച്ചി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. സന്തോഷമായോ? സന്തോഷം. എത്ര കാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു? 10 വർഷം 10 വർഷമായി. 10 വർഷത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ആദ്യം. സന്തോഷമുണ്ട് അതിന്. മാറ്റം ഉണ്ടോ അപ്പോ? മാറ്റമുണ്ട്, ഒരുപാട് മാറ്റം. ചേച്ചി എന്ത് തോന്നുന്നു? സന്തോഷം. നമുക്കിത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സന്തോഷം. ചേച്ചി എന്ത് തോന്നുന്നു? എന്താണ് ഇത്തവണത്തെ ഓണം എക്സ്പീരിയൻസ്? സന്തോഷം തോന്നുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ അംഗീകരിച്ചല്ലോ. അംഗീകരിച്ചില്ല എന്ന് തോന്നിയിരുന്നോ പണ്ട്? തോന്നിയിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒരു സഭയില് ഞങ്ങൾ ഇത്രയും നാള് ഇത് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. സന്തോഷം തോന്നുന്നു എന്ന് പറയുമ്പോ കണ്ണ് നിറയുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അതായത് എത്ര വർഷമായി ചേച്ചി ജോലി ചെയ്യുന്നു? 20 വർഷം 20 വർഷം 20 വർഷമായിട്ട് പരിഗണിക്കപ്പെടാതെ പോയവരാണ് ഞങ്ങൾ എന്നുള്ള സന്തോഷം, ആ ഒരു സങ്കടം ഇപ്പൊ സന്തോഷ കണ്ണീരായി മാറിയിരിക്കുകയാണ്. കരയണ്ടോ? ഇതാണ് ഇത്തവണത്തെ ഓണം. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലേ? ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മാറ്റം. ഈ ഓണം നമുക്ക് ആഹാരമൊന്നും ഇല്ലാത്തോണ്ടല്ല, ഇപ്പൊ കിറ്റ് വാങ്ങിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. എങ്കിലും ഈ ഒരു നല്ല സന്ദർഭത്തില് ഞങ്ങളെയും അവര് ഓർത്ത് പരിഗണിച്ചതില് സന്തോഷം. എന്നാൽ ഇത്തവണത്തെ ഓണം ഒരു വ്യത്യസ്ത ഓണമാണ്. ചേച്ചി എങ്ങനെയുണ്ട്? ഓണം അടിച്ചു പൊളിക്കുക. ഇങ്ങനെ ഒരു സന്തോഷം പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഇല്ല. എത്ര കാലം ഇവിടെ ജോലി ചെയ്യണം? ഞങ്ങള് 3 വർഷം. 4.5 കഴിഞ്ഞു. എങ്ങനെയുണ്ട് ചേച്ചി? കുഴപ്പമില്ല. മാറ്റമുണ്ടോ ഇത്തവണ? മാറ്റമുണ്ട്. കിറ്റ് ഒക്കെ കിട്ടയല്ലേ, അതുകൊണ്ടൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സദ്യയായിരുന്നു, ഇപ്പോഴും കിറ്റ് കിട്ടില്ല. ഓണക്കോടിയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് സന്തോഷം. അമ്മ ഇത്തവണത്തെ ഓണക്കോടി കോർപ്പറേഷന് വകയാണ്. എന്ത് തോന്നുന്നു? കൊള്ളാം, അടിപൊളി. ചേച്ചി എന്ത് തോന്നുന്നു? കിട്ടിയില്ല, ഞങ്ങള് വരിക്ക് നിൽക്കുന്നത് കിട്ടുമായിട്ടല്ല. സൂപ്പറാണ്, നല്ലത് തന്നെ. എന്നാലും ചെയ്യുന്നുണ്ടല്ലോ. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചില്ല, എന്നാലും പ്രതീക്ഷിച്ചിരുന്നു. ഓരോരുത്തർ പറഞ്ഞത് കേട്ട്. എന്നാലും ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. ഒരു മാറ്റം വന്നു. പ്പെട്ട കൗൺസിലർമാരെ, ഈ കോർപ്പറേഷന്റെ എല്ലാമായിട്ടുള്ള ജീവനക്കാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഞാന് ഈ പരിപാടിയെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടല്ലേ ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കാം. കാരണം പല സോണൽ ഓഫീസുകളിലും കഴിഞ്ഞ ദിവസം ഓണാഘോഷമായിരുന്നു. ഇന്നലെ ഔദ്യോഗിക കോർപ്പറേഷന്റെ മെയിൻ ഓഫീസിൽ ഓണാഘോഷമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പരിപാടി പൂർത്തിയാക്കി നിങ്ങൾക്കൊക്കെ തന്നെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോണൽ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും എച്ച്ഒ പറഞ്ഞു ചിലർക്ക് 11 മണിയോടുകൂടി എത്തുള്ളൂ. അപ്പൊ അവർ വരുമ്പോഴേക്കും അവർക്ക് ഇവിടെ വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘമായും കടക്കുന്നില്ല. ഈ മേയർ കെയർ എന്നുള്ള പദ്ധതി കഴിഞ്ഞ ഒരു കോർപ്പറേഷന്റെ ഭരണത്തിൽ ഈ ഭരണസമിതി വന്നൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ, തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിലും പുറത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഈ കോർപ്പറേഷൻ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുണ്ടായത്. അവർ പൊതുസമൂഹത്തിൽ പലരും ധരിച്ചത് ഒരു പുതിയ ഭരണസമിതി അധികാരത്തിലേറുമ്പോഴേക്കും ആശയപരമായി വ്യത്യസ്തമായിട്ടൊക്കെ നിൽക്കുന്ന ജീവനക്കാരൊക്കെ ഉള്ള ഒരു സ്ഥാപനം, ഇത്രയും വലിയൊരു സ്ഥാപനം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഒരു ആശങ്കയും അല്ലെങ്കിൽ ഒരു കൗതുകവും ഒക്കെ പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭരണസമിതിയുടെ നയവും ആ നയം ജീവനക്കാരോട് പറയുകയും ചെയ്തപ്പോഴേക്കും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വളരെ വലിയൊരു പിന്തുണയാണ് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നാട് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നാട് പ്രതീക്ഷയോടെ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോഴേക്കും പലരും പറഞ്ഞു, ഞങ്ങൾക്കും ഈ കോർപ്പറേഷൻ എന്തെങ്കിലും തന്നെ ഞങ്ങളുടേതായ സംഭാവനകൾ ചെയ്യണമെന്നുണ്ട്, ഞങ്ങൾക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുതിർന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ളവരൊക്കെ തന്നെ ചർച്ച ചെയ്തപ്പോഴാണ് മേയർ കെയർ എന്നുള്ള ഒരു ആശയം രൂപപ്പെട്ടത്. അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ ആദ്യത്തെ അവസരമാണ് സ്കൂൾ ഓപ്പണിംഗ് ഡേ. ഈ സമയത്ത് ഞങ്ങളൊക്കെ പലരും തന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവർ, ഞാൻ ഉൾപ്പെടെ പലരും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവർ. നമുക്കറിയാം, ഞങ്ങളൊക്കെ തന്നെ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
ഒരുപക്ഷെ നമുക്കൊക്കെ തന്നെ അന്ന് പുസ്തകമോ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചുറ്റുപാടും ഇരിക്കുന്ന നിരവധി ഒപ്പം പഠിക്കുന്നവർക്ക് പേനയില്ല, പെൻസിലില്ല, പുതിയ നോട്ട്ബുക്ക് ഇല്ല, ബാഗില്ല, മഴയത്ത് കുടയില്ല, ഇങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്ത് വന്നവരാണ്. അവരെയൊക്കെ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ പലരും തന്നെ. അപ്പൊ എല്ലാവരും പറഞ്ഞു സ്കൂൾ തുറക്കാൻ പോവേണ്ടി നമുക്ക് കുട്ടികളെ സഹായിച്ചാലോ. ഇങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് കുട്ടികൾക്ക് ബാഗും ബുക്കും ഒക്കെ കൊടുക്കണം എന്നുള്ള ആശയം വന്നത്. ഇത് സമൂഹത്തിൽ പലരോടും പറഞ്ഞപ്പോഴേക്കും പ്രിയപ്പെട്ടവര് വളരെ വലിയ പിന്തുണയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ നേതൃത്വത്തിന് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു എങ്ങനെയാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്യേണ്ടത്. കൗൺസിലർമാർ സെലക്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റു പല സിസ്റ്റം വഴി സെലക്ട് ചെയ്യാം. കൂട്ടായ ഒരു തീരുമാനമെടുത്തു. ഇപ്പൊ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. വിദ്യാഭ്യാസ വകുപ്പിനോട് പറയുക, ഒരു 5000 കുട്ടികളുടെ ലിസ്റ്റ് തരണം. തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള 5000 കുട്ടികളുടെ ലിസ്റ്റ് തരിക. അവർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കാം. സത്യത്തിൽ ലിസ്റ്റ് തന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ചിലരോടൊക്കെ പറഞ്ഞപ്പോഴേക്കും 5000 ബാഗ് പ്രതീക്ഷിച്ചെടുത്ത് 6000 6500 ബാഗാണ് എന്നുള്ള ഓഫറാണ് ഇവിടെ ലഭിച്ചത്. ഒടുവിൽ ആ ബാഗുകളൊക്കെ എത്തി ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്തു. ഇത് കണ്ടതിന് ശേഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പലരും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ പ്രവർത്തനം കഴിഞ്ഞ 8 മാസം കൊണ്ട് ഒരു മേയറോ ഒരു ഭരണസമിതിയോ ഒരു സെക്രട്ടറിയോ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രവർത്തനത്തിന്റെ വിലയിരുത്തല്ല, മറിച്ച് കഴിഞ്ഞ 10, 30, 40 വർഷമായി നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതം ഇവിടെ നൽകിക്കൊണ്ട് ഈ ഇരിക്കുന്ന ജീവനക്കാർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഗുഡ്വിൽ കോർപ്പറേഷന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ചെയ്തത് അഴിമതി എന്നുള്ള ഒരു വാക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശക്തമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതിലൂടെ കോർപ്പറേഷനെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങളും നൽകുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നു. ഇത് ഭരണസമിതിയിൽ പെടുന്ന ഒരാളിന്റെയും പോക്കറ്റിലേക്ക് പോകരുത് എന്നുള്ള വാശിയുള്ള ഭരണസമിതിയാണ് ഈ ഭരണസമിതി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്ന് ഞാൻ ഇന്നത്തെ പരിപാടിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ പലരും ചോദിച്ചു, ഇത് മറ്റ് പലർക്കും കൊടുത്താൽ പോരെ, ഇവിടെ ഇതെല്ലാം ശമ്പളം വാങ്ങുന്നവരല്ലേ എന്ന് ചോദിച്ചു. ഈ ജീവനക്കാരെല്ലാം ശമ്പളം വാങ്ങുന്നവരല്ലേ എന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരിയായിരിക്കാം, നിങ്ങൾ പറഞ്ഞതിൽ ഒരു വശത്ത് ന്യായം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഭരണസമിതി മുന്നിൽ കാണുന്നത് ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ കാണുന്ന ഒരു കെട്ടിടമോ കാറിൽ പോകുന്ന കുറച്ച് ഭരണാധികാരികളോ അല്ല. ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ആയിരക്കണക്കിന് ജീവനക്കാരും ഇവിടത്തെ 101 ജനപ്രതിനിധികളും ഒരുമിച്ച് അധ്വാനിക്കുമ്പോഴാണ് ഒരു കോർപ്പറേഷന്റെ ഭരണത്തിലുള്ള റിസൾട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെയുള്ള ജീവനക്കാർക്കും കൗൺസിലർമാർക്കും സന്തോഷം വന്നു കഴിഞ്ഞാലും വിഷമം വന്നു കഴിഞ്ഞാലും ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കോർപ്പറേഷൻ ഈ രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി മാറുന്നത്. ഇന്ന് ഞാനിപ്പോ ഞാൻ പറഞ്ഞത്, ഡോഗ് സ്ക്വാഡിൽ പെട്ടവർക്കായിരിക്കണം ആദ്യം ഇത് കൊടുത്തു തുടങ്ങുന്നത് എന്നുള്ളൊരു ആഗ്രഹം മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. കാരണം ഞാൻ മേയർ ആവുന്നതിന്റെ കാരണവും അല്ലെങ്കിൽ കോർപ്പറേഷന് ഭരണം ലഭിക്കുന്നതിന്റെ കാരണങ്ങൾ ഒന്ന് തെരുവുനായ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾ സത്യപ്രതിജ്ഞ 24 മണിക്കൂറിനകം അന്നത്തെ സെക്രട്ടറി ജഹാംഗീറിനോട് ഈ വേദന പറഞ്ഞു. ഇത് പ്രസംഗത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും പരിഹരിച്ചേക്കേ ഉള്ളൂ. അപ്പൊ തന്നെ സെക്രട്ടറി ചില സൊല്യൂഷൻ പറയുകയും ഞങ്ങൾ ചർച്ച നടത്തി അംഗീകരിക്കുകയും ചെയ്തപ്പോഴേക്കും ഡോക്ടർ ശ്രീരാജിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഡോഗ് സ്ക്വാഡ് പിറ്റേ ദിവസം തന്നെ രംഗത്തിറക്കി. അന്ന് അവരിറങ്ങി തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാനും അതിനെ ഷെൽട്ടർ ചെയ്യാനും സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യാതൊരു മറവുമില്ലാതെ പറയട്ടെ, ഈ ഭരണസമിതിക്ക് ആദ്യത്തെ ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പ്രാധാന്യം ആദ്യം തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിനെ തുറന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികൾ ആറ്റുകാൽ പൊങ്കാല വന്നപ്പോഴേക്കും പലരും പറഞ്ഞു ഭരണപരിചയമില്ലാത്തവരാണ്, ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയട്ടെ, ഇവിടുത്തെ ജീവനക്കാരെ മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, 8 മണി കഴിഞ്ഞപ്പോഴേക്കും പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലെയും മാലിന്യം മാറ്റാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സാധിച്ചു. പിന്നെ ക്യാമറയും കൊണ്ട് പറയാൻ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും മുക്കും മൂലം ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണും. ആറ്റുകാൽ പൊങ്കാല എന്ന് വേണമെന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ക്യാമറയും കൊണ്ട് അങ്ങനെ പറയാൻ പോയിട്ടില്ല. അതുകൊണ്ട് അതെടുത്ത് കൊടുക്കാനും പറ്റിയിട്ടില്ല. കാരണം ഒരു 10-25 ലക്ഷം പേര് വന്നിട്ട് പൊങ്കാലയിട്ട് പോയിട്ട് അവർ തിരിച്ചുപോയി ആ പരിപാടി ഭംഗിയായിട്ട് സമാപിച്ചു വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ മുതൽ ക്യാമറയും കൊണ്ട് നാട് മൊത്തം നടന്ന് അവിടെ ചവർ ഇവിടെ ചവടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് നെഗറ്റീവ് വൽക്കരിക്കുന്ന സംസ്കാരത്തിലേക്ക് പോകാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് പോയിട്ടില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിച്ചു. അപ്പോൾ ഇവിടുത്തെ ഓരോരോ ജീവനക്കാരനും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ ഹരിതകർമ്മ സേനയുടെ
പലരും ചോദിച്ചു ഹരിതകർമ്മസേന ഒരുപാട് അംഗങ്ങളില്ലേ, ഞാൻ പറഞ്ഞു അവരെയും ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു അവരെയും കൂട്ടണം. HRDC ഇന്നലെ ചിലരോട് ചോദിച്ചപ്പോഴേക്കും അവർ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ഡയറക്ടറെ വിളിച്ചു, അവർ പങ്കെടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോഴേക്കും മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഓണക്കോടി ഉണ്ടാകുമോ? ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് വന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഞങ്ങളുടെ ജീവനക്കാർക്ക് കൊടുക്കുമ്പോഴേക്കും കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മാധ്യമ പ്രവർത്തകർ കോർപ്പറേഷനെ ഒരുപാട് പിന്തുണയ്ക്കുന്നുണ്ട്, ശക്തമായിട്ട് വിമർശിക്കുന്നുമുണ്ട്. ഒരു ജനാധിപത്യ സിസ്റ്റത്തിൽ നിങ്ങളുടെ വിമർശനം ഞങ്ങൾക്ക് കരുത്താണ്. കോർപ്പറേഷൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, കോർപ്പറേഷൻ അവിടെ ഭരണസ്തംഭനമാണ് എന്നുള്ള വിമർശനങ്ങൾ നിങ്ങൾ നടത്തുമ്പോഴേക്കും ഞങ്ങൾ അസ്വസ്ഥരൊന്നും ആവുന്നില്ല. ഞങ്ങൾ പുഞ്ചിരിയുടെ വിമർശനങ്ങൾ കാതിലുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ നിങ്ങളുടെ തിരുത്തലുകൾക്ക് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങളും ഓണം ആഘോഷിക്കണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഇന്ന് എന്തൊക്കെയാണോ ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതൊക്കെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും ലഭിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, ഇതൊന്നുമല്ല നമ്മുടെ കപ്പാസിറ്റി. 5000 ബാഗോ 4000 കിറ്റോ കൊടുക്കാൻ പറ്റുന്നൊന്നുമല്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ കപ്പാസിറ്റി. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോർപ്പറേഷനാണ് എന്നുള്ള കാര്യം നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണം. 8 മാസം ഭരണത്തിന് നേതൃത്വം കൊടുത്തപ്പോഴേക്കും ഞങ്ങൾക്ക് ഇത്രത്തോളം ജീവനക്കാരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമ്മുടെ സ്വപ്നത്തിലുള്ള കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ശുചീകരണ തൊഴിലാളി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗിലെ ജീവനക്കാർ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പലയിടത്തും യാത്ര ചെയ്തു. ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന അംഗീകാരം സത്യത്തിൽ നിങ്ങളെ പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. അത്രത്തോളം സാധ്യതയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിമർശനമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാൻ നമ്മുടെ സെക്രട്ടറിയും എഞ്ചിനീയറിംഗിലെ ജീവനക്കാരെയും മരാമത്ത് ചെയർപേഴ്സൺ ഉൾപ്പെടെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണം, ഇന്റർനാഷണൽ ലെവലിലേക്ക് മേയർ എന്നുള്ള നിലയ്ക്ക് എന്റെ സ്വപ്നം ഈ ലോകത്തിലെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറണം. ഇപ്പോ പറയുമ്പോഴേക്കും ആദ്യം ന്യൂയോർക്ക് സിറ്റിയുടെ പേരാണ് പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയേക്കാൾ മികച്ചതായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറാൻ സാധിക്കും. അതിലത്ര അത്ഭുതമൊന്നും ഒരിടത്തുമില്ല. ഞാൻ പോയി നേരിട്ട് കണ്ടതാ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറാൻ സാധിക്കും. നമ്മുടെ IT ഡെവലപ്മെന്റ് മാത്രം പേരിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാകാൻ സാധിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ US പോയിട്ട് വന്നതിന്റെ 10 ദിവസം പിന്നിടുന്നതിന് മുൻപ് അമേരിക്കയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരിൽ ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ട് നമ്മുടെ ഭരണത്തിൽ അവർ സഹായിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാ പോയത്. 2 ദിവസങ്ങളിൽ ഒരു ദിവസം അദ്ദേഹം നേരിട്ടെത്തി. അദ്ദേഹം എത്തി കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ട് അദ്ദേഹം വിശദമായിട്ട് ചർച്ച ചെയ്തു, സെക്രട്ടറി നമ്മുടെ ടീമുമായിട്ട്. 2ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ ഓഫീസർമാരെത്തി. രാവിലെ 11 മണി മുതൽ ഏകദേശം ഉച്ചയ്ക്ക് 1 മണി വരെ അവർ വിശദമായ ചർച്ച നടത്തി. അവരോട് ഞാൻ സംസാരിച്ചു, നമ്മുടെ സെക്രട്ടറി ഉൾപ്പെട്ടവരോട് സംസാരിച്ചു. അവിടെ വളരെ തൃപ്തരാണ്. നമുക്ക് സഹായം എല്ലാ ഭാഗത്തുനിന്നും കിട്ടാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകണം. ജനങ്ങളെ കൊണ്ട് നിയമങ്ങൾ പാലിപ്പിക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥർ തയ്യാറാകണം. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണത്തിൽ റോഡിന്റെ വക്കിലേക്ക് അല്ലെങ്കിൽ നടപ്പാതയുടെ വക്കിലേക്ക് വെള്ളം ഒഴുകാൻ പറ്റാതെ അല്ലെങ്കിൽ വാഹനം പോകാൻ പറ്റാതെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇവിടുത്തെ ജീവനക്കാരും സമൂഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞാൻ പോകട്ടെ, ഇടുങ്ങിയ തെരുവുകളും മാലിന്യം വലിച്ചെറിയുന്ന നടപ്പാതകളും വാഹനം കടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങളും വെള്ളക്കെട്ട് ഉള്ള നഗരങ്ങളുമായിട്ടുള്ള സ്ഥലത്തേക്ക് ഇന്റർനാഷണൽ ലെവലിൽ ആൾക്കാർ വരുമോ? വരില്ല. നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത് നിയമം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതിയോടൊപ്പം നിൽക്കുവാനാണ്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ഓണാഘോഷം നടത്തുമ്പോഴേക്കും ഇന്നലെ ഓണസദ്യയും ഒരുമിച്ച് ഓണക്കളികളും ഓണപ്പാട്ട് മത്സരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. എല്ലാ മുന്നണിയിൽപ്പെട്ട കൗൺസിലർമാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഓരോരുത്തരും അവരുടെ വാർഡുകൾ പരിപാടിയൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ഈ ഓണം ആഘോഷിച്ച് ഇന്ന് ഇവിടെ പിരിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് തരുന്ന അതേ വസ്ത്രം തന്നെയാണ് തിരുവോണത്തിന് ഞാൻ ഉടുക്കാൻ പോകുന്നത്. ഇവിടുത്തെ ജീവനക്കാർക്ക് തരുന്ന അതേ വസ്ത്രം തന്നെയാണ് സെക്രട്ടറി ഉടുക്കാൻ പോകുന്നത്. അത്തരത്തിൽ
അത്തരത്തിൽ ഒരുമിച്ച് ഈ ഭരണസമിതി മുഴുവൻ ജനങ്ങളെയും കണ്ടുകൊണ്ട് ഈ മേയർ കെയർ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ പദ്ധതിയോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഒരുപാട് പേർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തലയോർത്ത് പറയാം, ഒരു ചോദ്യം നമ്മളോടൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. അതായത് കോർപ്പറേഷന്റെ പണമെടുത്തല്ലേ ഇത് ചെയ്യുന്നത് എന്ന്. നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കെയർ പദ്ധതി നടപ്പിലാക്കുമ്പോൾ 1 രൂപ പോലും കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ ഓൺ ഫണ്ടിൽ നിന്നോ തൊടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ലോകത്തിന്റെ മുമ്പിൽ പറയാം. ഇന്നലെ നടന്ന ഓണാഘോഷം കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ ഓൺ ഫണ്ടിൽ നിന്നോ 1 രൂപ പോലും എടുക്കുന്നില്ല, 1 രൂപ പോലും തൊട്ടിട്ടില്ല. മാത്രവുമല്ല, ഒരു വ്യക്തിയിൽ നിന്നും കൗൺസിലർമാരെന്നോ ജീവനക്കാരെന്നോ ഒരു കാരണവശാലും 1 രൂപ പോലും പിരിവെടുക്കാതെയാണ്, കളക്ഷൻ എടുക്കാതെയാണ് ഇന്നലത്തെ ഓണാഘോഷം കൂടി നടത്തിയത്. ഇനിയും അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രത്തോളം ജനങ്ങൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവരുടെ ഭാഗത്തുനിന്നാണ് നമുക്ക് ഈ ഹെൽപ്പ് കിട്ടിയത്. ഇത് ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ സഹായവും ഞങ്ങൾ ജീവനക്കാരിലേക്ക് വിതരണം ചെയ്യുകയാണ്. നിങ്ങളെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഈ 5 വർഷവും മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഇവിടെ ആരോ പ്രസംഗിച്ചോ പറഞ്ഞതുപോലെ ഒരു അപ്പോയിന്റ്മെന്റും വേണ്ട. മേയറെ കാണാൻ വേണ്ടി വൈകുന്നേരം ആ സമയത്ത് ഓഫീസിലുണ്ടെങ്കിൽ യാതൊരു അപ്പോയിന്റ്മെന്റും വേണ്ട. ചെയർപേഴ്സൺമാരെ കാണാൻ വേണ്ടി യാതൊരു അപ്പോയിന്റ്മെന്റും വേണ്ട. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ്. നമുക്കൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് വരുന്ന വർഷങ്ങളിൽ നമുക്ക് പണിയെടുക്കാം. ഞങ്ങൾ എല്ലാ ദിവസവും 10-11 മണി വരെ രാത്രി ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ നിങ്ങളുടെ ജോലി സമയം കൃത്യമായിട്ട് ജോലി ചെയ്താൽ ലോകം നമ്മെ ആരാധിക്കുന്ന കോർപ്പറേഷനാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.